മാഴ്സ് അല്ലെങ്കിൽ ചൊവ്വ, ഭൂതകാലത്തിലെ ഭൂമി എന്നൊക്കെയാണ് ചൊവ്വയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യമായി മനസ്സിലേക്ക് വരുന്നൊരു കാര്യം. അതെന്താണ് അങ്ങനെ പറയുന്നെങ്കിൽ ഈ ചൊവ്വ ഒരു സമയത്ത് നമ്മുടെ ഭൂമിയെ പോലെ മനോഹരമായ തടാകങ്ങളും സമുദ്രങ്ങളും പച്ചപ്പും ജീവനൊക്കെ കൊണ്ട് സമ്പുഷ്ടമായിരുന്നു. ഇത് വെറുതെ ഒരു കവിഭാവനയുടെ രീതിയിൽ പറഞ്ഞതല്ല. ചൊവ്വയിൽ ജീവൻ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. അതിനുള്ള വ്യക്തമായ തെളിവുകൾ ഗവേഷകർക്ക് ലഭിച്ചിട്ടുണ്ട്. അവ എന്തൊക്കെയാണെന്നല്ലേ അറിയേണ്ടത്. അതിനായി വീഡിയോ മുഴുവൻ കാണാനായി ശ്രമിക്കുക. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആയിരത്തി 609 ഗലീലിയോ ഗലീലിയാണ് തന്റെ പുരാതന ടെലസ്കോപ്പ് ഉപയോഗിച്ച് ചൊവ്വയെ ആദ്യമായി നിരീക്ഷിക്കുന്നത്. സൂര്യനിൽ നിന്ന് 4ാമതായാണ് ചൊവ്വ എന്ന ഗ്രഹം സ്ഥിതി ചെയ്യുന്നത്. ചൊവ്വയുടെ ഉപരിതലം മുഴുവൻ അയൺ ഓക്സൈഡ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിനെ ചുവന്ന ഗ്രഹമെന്ന് വിളിക്കാനുള്ളൊരു കാരണം. പിന്നെ പണ്ട് കാലത്തൊക്കെ ഈ ഗ്രഹങ്ങൾക്ക് പേരിട്ടിരുന്നത് ഗ്രീക്ക് അല്ലെങ്കിൽ റോമൻ ദൈവങ്ങളുടെയൊക്കെ ഒരു പേരെടുത്തിട്ടായിരിക്കാം. അതുപോലെ തന്നെയാണ് റോമൻ യുദ്ധദേവനായ മാഴ്സിന്റെ പേരാണ് ഈ ചൊവ്വയ്ക്ക് പേരിടാനായി അന്നവർ തിരഞ്ഞെടുത്തത്. ചൊവ്വയ്ക്ക് അന്തരീക്ഷമുണ്ട് എന്നതാണ് ഇവിടുത്തെ ആദ്യകാല ജീവനുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം. ഇവിടെ അന്തരീക്ഷം ഉണ്ടെങ്കിലും നമ്മുടെ ഭൂമിയുടേതിന് സമാനമായ രീതിയിലല്ല. വളരെ കനം കുറഞ്ഞ അന്തരീക്ഷമാണ് ഇവിടത്തേത്. കൂടാതെ ഈ അന്തരീക്ഷത്തിലെ 90% കാർബൺ ഡൈ ഓക്സൈഡും 3% നൈട്രജനും 1.6% ആർഗണുമാണ് കാണപ്പെടുന്നത്. ചന്ദ്രനിലുള്ളതുപോലെ ചൊവ്വയിലും ഉൽക്കാപതനം മൂലമുണ്ടായ ഗർത്തങ്ങളുണ്ട്. ഇതുകൂടാതെ അഗ്നിപർവ്വതങ്ങൾ, താഴ്വാരങ്ങൾ, മരുഭൂമികൾ, പിന്നെ നമ്മുടെ ഭൂമിയിലൊക്കെ ഉള്ളതുപോലെ മഞ്ഞുപാളികൾ എന്നിവയൊക്കെ ഇവിടെ കാണാറുണ്ട്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ പർവ്വതമായ ഒളിമ്പസ് സ്ഥിതി ചെയ്യുന്നത് ചൊവ്വയിലാണ്. ഇതുപോലെ തന്നെ ഏറ്റവും വലിയ മലയിടുക്കായ വാലസ് മറൈനിസ് കാണപ്പെടുന്നതും ഇവിടെ തന്നെയാണ്. ചൊവ്വയിലുള്ള ബെറീലിസ് എന്ന തടം ഒരു ഉൽക്കാപതനത്തിന്റെ ഭാഗമായി ഉണ്ടായതെന്നാണ് കരുതപ്പെടുന്നത്. ഏതാണ്ട് ഗ്രഹോപരിതലത്തിന്റെ 40% ഈ തടം വ്യാപിച്ചു കിടക്കുന്നത്. നമ്മുടെ ഭൂമിയുടേതിന് സമാനമായ ഭ്രമണചക്രമാണ് ചൊവ്വയ്ക്കുള്ളത്. 24.6 മണിക്കൂറെടുത്താണ് ചൊവ്വ ഒരു ഭ്രമണം പൂർത്തിയാക്കുന്നത്. അതായത് ഭൂമിയിലെ ഒരു ദിവസത്തിന് തുല്യമായൊക്കെ വരും. സോളുകൾ എന്നാണ് ചൊവ്വയിലെ ഓരോ ദിവസത്തെയും വിളിക്കുന്ന പേര്. അതായത് സോളാർ ഡേയുടെ ഒരു ചുരുക്ക രൂപം. 669.6 സോളുകളാണ് ചൊവ്വയിലെ ഒരു വർഷമെന്ന് പറയുന്നത്. ഇത് ഒരു 678 അല്ലെങ്കിൽ 670 ഭൗമദിനങ്ങൾക്കൊക്കെ സമമായി വരും. 2 ഉപഗ്രഹങ്ങളാണ് ചൊവ്വയ്ക്കുള്ളത്, ഫോബോസും ഡീമോസും. ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. ഇനി ചൊവ്വയുടെ ഗ്രാവിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഭൂമിയുടെ ഗ്രാവിറ്റി എത്രയെന്നറിയാമോ? 9.837 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. എന്നാൽ ചൊവ്വയിലേത് വെറും 3.7 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ മാത്രമാണ്. ഇതിനൊരു കാരണം എന്തെന്ന് വെച്ചാൽ ചൊവ്വ നമ്മുടെ ഭൂമിയെ അപേക്ഷിച്ച് ചെറുതാണ്. അതായത് ഭൂമിയുടെ ഒരു 15% ചൊവ്വയുടെ വലിപ്പം വരുള്ളൂ. മാസ് ആണെങ്കിൽ ഒരു 11% വരുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രാവിറ്റി ഉള്ള സ്ഥലത്ത് മനുഷ്യർക്ക് അതിജീവിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ കഴിയും. പക്ഷേ ക്രമേണ മനുഷ്യന്റെ ഉള്ളിലെ അസ്ഥികളെ ഇത് ബാധിക്കാനായിട്ട് തുടങ്ങും. ചൊവ്വ അതിന്റെ അച്ചുതണ്ടിൽ 25.2 ഡിഗ്രി ചെരിഞ്ഞാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതുകൊണ്ട് തന്നെ നമ്മുടെ ഭൂമിയിലുള്ളതുപോലെയുള്ള സീസണൽ ചേഞ്ചസ് ഇവിടെയും ഉണ്ടാകാറുണ്ട്. പക്ഷേ പല പല വ്യത്യാസങ്ങളും ഈ സീസണൽ ചേഞ്ചസിന് ഉണ്ടാകാറുണ്ട്. ഇതിനുള്ളൊരു കാരണമെന്ന് വെച്ചാൽ ഈ ചൊവ്വയും സൂര്യനുമായുള്ള അകലമാണ്. 142 മില്യൺ മൈലാണ് സൂര്യനിൽ നിന്ന് ചൊവ്വയിലേക്കുള്ള അകലം എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് ചൊവ്വയ്ക്ക് സൂര്യനെ ചുറ്റി വരാൻ ഇത്രയും ദൈർഘ്യമെടുക്കുന്നത്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ചൊവ്വയിലെ ഓരോ സീസണുകളുടെയും കാലാവധി ഒരുപാട് കൂടുതലായിരിക്കും. അതായത് ചൊവ്വയിലെ ഒരു സീസൺ തീരാൻ നമ്മുടെ ഭൂമിയിലെ ഒരു 199 ദിവസമെങ്കിലും വേണ്ടിവരും. ചൊവ്വയ്ക്ക് കനം കുറഞ്ഞ അന്തരീക്ഷമായതുകൊണ്ട് സൂര്യതാപം ഇവിടെ തങ്ങി നിൽക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ ഒരു കാരണം കൊണ്ട് ഇവിടുത്തെ താപനില 70 ഡിഗ്രി ഫാരൻഹീറ്റ് വരെ എത്താറുണ്ട്. അതുപോലെ -225 ഡിഗ്രി ഫാരൻഹീറ്റ് വരെ താഴാറുണ്ട്. അതായത് നമ്മുടെ ഭൂമിയുടെ താപനിലയേക്കാൾ 138 ഡിഗ്രി സെൽഷ്യസ് തണുപ്പേറിയതാണ് ചൊവ്വയുടെ താപനില എന്ന് പറയുന്നത്. ഭൂമിയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടിയായ എവറസ്റ്റിലെ വായുമർദ്ദം ചൊവ്വയുടെ ഉപരിതലത്തിലെ വായുമർദ്ദത്തെക്കാൾ 50 മടങ്ങ് വലുതാണ്. എന്നിട്ട് പോലും ചൊവ്വയുടെ ഉപരിതലത്തിലെ കനം കുറഞ്ഞ കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 60 മൈലാണ്. ഈ കാറ്റാണ് ചൊവ്വയിൽ വീശുന്ന ശക്തമായിട്ടുള്ള
പൊടി കലർന്ന കൊടുങ്കാറ്റിനുള്ള കാരണവും അതുപോലെ തന്നെ ഇവിടുത്തെ മണൽ തിട്ടകളുടെയൊക്കെ രൂപീകരണത്തിനും കാരണമാകുന്നത്. നമ്മുടെ ഭൂമിയിലുള്ള ടെക്ടോണിക് പ്ലേറ്റുകൾ ചൊവ്വയിലില്ല. അതൊരു എടുത്തു പറയേണ്ടുന്ന വ്യത്യാസമാണ്. ഇതുകൂടാതെ ചൊവ്വയിൽ കാന്തിക മണ്ഡലമില്ല. ഈ ഒരു കാരണം കൊണ്ട് സൂര്യൻ ചൊവ്വയുടെ അന്തരീക്ഷത്തിലുള്ള കണങ്ങളെയെല്ലാം വലിച്ചെടുക്കുന്നു. ഇതുകൊണ്ടാണ് ചൊവ്വയ്ക്ക് ഇത്ര നേരിയ അന്തരീക്ഷം വരാനുള്ള ഒരു കാരണം. പക്ഷെ ഏതാണ്ട് 4 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് ചൊവ്വയുടെ കാന്തിക മണ്ഡലം വളരെ വിപുലമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ശാസ്ത്രജ്ഞർ ഇതിന്റെ ഒരു വസ്തുത ഇപ്പോഴും പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഇങ്ങനെ തുടർന്നു പോവുകയാണെങ്കിൽ ഭാവിയിൽ ചൊവ്വയ്ക്ക് നിലവിലുള്ള അന്തരീക്ഷം പോലും നഷ്ടമായെന്നിരിക്കണം. 1960 മുതലാണ് റോബോട്ടുകളുടെ സഹായത്തോടെ മനുഷ്യൻ ചൊവ്വയിൽ പര്യവേക്ഷണം നടത്താൻ ആരംഭിക്കുന്നത്. നമ്മുടെ ഭൂമിക്കപ്പുറം ഏറ്റവും കൂടുതൽ പര്യവേക്ഷണം നടത്തിയിട്ടുള്ളത് ഈ ചൊവ്വയിൽ മാത്രമാണ്. ഈ റോബോട്ടിക് റോവറുകളുടെ സഹായത്തോടെയാണ് ബില്യൺ കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ചൊവ്വയിൽ ജലം ഉണ്ടായിരുന്നതിനുള്ള കൃത്യമായ തെളിവുകൾ ലഭിച്ചത്. അപ്പോൾ ഒരു കാലത്ത് ചൊവ്വയുടെ അന്തരീക്ഷം സമൃദ്ധമായിരുന്നിരിക്കണം. ചൊവ്വയുടെ അന്തരീക്ഷത്തിലെ താപം അവിടെ തന്നെ സ്ഥിതി ചെയ്തെന്നിരിക്കണം. ചിലപ്പോൾ ചൊവ്വയിൽ ധാരാളം ജലത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നിരിക്കണം. പക്ഷെ ഇപ്പോൾ അതൊന്നുമില്ല. എങ്കിലും വാട്ടർ ഐസിന്റെ സാന്നിധ്യം ചൊവ്വയിൽ പലയിടങ്ങളിലായി കാണപ്പെടാറുണ്ട്. മനുഷ്യർ ഒരിക്കൽ ചൊവ്വയിലുള്ള റോബോട്ടുകളോടൊപ്പം ഒരിക്കൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇലോൺ മസ്കിന്റെ സ്ഥാപനമായ സ്പേസ് എക്സ് ചൊവ്വയിൽ ആളുകളെ എത്തിച്ച് തിരികെ കൊണ്ടുവരുവാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. നിലവിൽ 8 മിഷനുകളാണ് ചൊവ്വയിൽ ആക്റ്റീവായിട്ടുള്ളത്. അത് ചൊവ്വയെ ഓർബിറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അതിൽ ഇറങ്ങിയിട്ടുള്ള റോവറുകളൊക്കെ ആയിട്ടാണ്. ഇത് USA, റഷ്യ, പിന്നെ യൂറോപ്യൻ യൂണിയൻ, പിന്നെ നമ്മുടെ ഇന്ത്യ എന്നീ രാജ്യങ്ങളുടേതാണവ. ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ചൊവ്വയിൽ ഇറങ്ങുന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. 1960 മുതലാണ് ചൊവ്വയിലേക്കുള്ള മിഷനുകൾ ആരംഭിച്ചത്. അന്ന് നടത്തിയ 45 മിഷനുകളിൽ ഏതാണ്ട് 26 പല കാരണങ്ങൾ കൊണ്ടും പരാജയപ്പെട്ടത്. നമ്മൾ വസിക്കുന്ന ഈ ഭൂമിയിൽ മറഞ്ഞുകിടന്ന അന്റാർട്ടിക്കയെ ഒരിക്കൽ കണ്ടെത്തി മനുഷ്യവാസം സാധ്യമല്ലാത്ത അവിടെ ക്യാമ്പുകൾ സ്ഥാപിച്ച് ഇപ്പോഴും നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് പോലെ ഒരിക്കൽ ചൊവ്വയിലും ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ ഉയർന്നു പൊങ്ങും. മനുഷ്യർ അവിടെ കാലുകുത്തും. പക്ഷേ ഇതൊക്കെ പറയേണ്ടത് നമ്മളല്ല, സമയമാണ്, നമ്മുടെ ഭാവിയാണ്. Let us wait for that golden moments. Now signing off from this video. Goodbye.